ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മീഷോ പ്രൊഡക്ട്സ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരു വൈറ്റ് തീമിലൊക്കെ കിച്ചൺ അറേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം വൈറ്റ് കളറിലുള്ള വൈറ്റ് തീമിലുള്ള പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുഴുവനും. അപ്പം അങ്ങനെ ഒരു നല്ലൊരു അടിപൊളിയായിട്ട് കിച്ചണൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം, ഒരു വൈറ്റ് തീമിൽ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളവർക്ക് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്ന് എല്ലാത്തവർക്കും കാണണ്ടതല്ല, പക്ഷേങ്കിൽ അവർക്കായിരിക്കും ഇത് കൂടുതൽ പ്രയോജനപ്പെടുക. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും അടിപൊളി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, സൂപ്പർ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു സെറാമിക്കിൻ്റെ ജാറാണ്. 3 വരുന്നൊരു സെറ്റും ഒരു വുഡൻ്റെ ട്രേയും അതുപോലെ വുഡനിലാണ് ലിഡും കൊടുത്തിട്ടുള്ളത്. സെറാമിക്കിൻ്റെ ജാറും അതുപോലെ സെറാമിക് തന്നെ വരുന്ന സ്പൂണാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നൊരു ജാറിൻ്റെ സെറ്റാണ്. ഈ ഒരു ജാറ് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പല പ്രൊഡക്റ്റും ചിലപ്പോൾ മുന്നേ വീഡിയോയിൽ കാണിച്ചത് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം എല്ലാ പ്രൊഡക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വൈറ്റ് തീമിലൊരു കിച്ചൺ ഒരുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ജാർ സെറ്റിനെ കുറിച്ച് പറയാം, അടിപൊളി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, സൂപ്പർ ക്വാളിറ്റിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കിത് വേണമെന്ന് വെച്ചാൽ ഒരു ഷോ പീസായിട്ട് കിച്ചണിൽ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ട് വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ജാറുകൾ നമുക്ക്, അതായത് എന്താ പറയുക, സോസുകൾ, കെച്ചപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഡിപ്പ് ഐറ്റംസൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലാതെ എന്തെങ്കിലും അച്ചാറുകളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുക. കൂടുതലായിട്ട് നമുക്കൊരു കിച്ചൺ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഷോ പീസായിട്ട് അങ്ങനെ കിച്ചണിന് ഒരു ഭംഗി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് നിങ്ങൾ എല്ലാ വീഡിയോയിലും കാണുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, ഈ ഒരു സ്പൂൺ ഹോൾഡർ കേട്ടോ. ഇതും ഒരു വൈറ്റ് തീമിൽ വരുന്നതാണ്, നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. പിന്നെ ഇത് സെറാമിക് അല്ല കേട്ടോ വരുന്നത്, കണ്ട സെറാമിക് ആണെന്നേ തോന്നുള്ളൂ, പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു സ്പൂൺ ഹോൾഡറാണ്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് പ്രൈസൊന്നും അതും വരുന്നില്ല കേട്ടോ. കിച്ചണിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു ഹൈ റിച്ച് ലുക്ക് നമ്മളെ കിച്ചണിന് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അത്. പിന്നെ അത് അടുത്തത് ഇതാണ് കേട്ടോ, ടീ, ഷുഗർ, കോഫി ബോട്ടിൽസ് ആണ്. ഇത് മെറ്റലിലാണ് മെറ്റീരിയൽ വന്നിട്ട്. ഇതും നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന 3 ജാറുകളാണ്. ഇതിൻ്റെ ലിഡൊക്കെ ഇതാ വുഡനിൽ ഇതുപോലെ വാഷറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല എന്താ പറയുക, കിച്ചണിൽ വെച്ചാൽ നല്ല ലുക്കിൽ വരുന്ന 3 കണ്ടെയ്നേഴ്സ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇങ്ങനെ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കിച്ചൺ കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ജാറുകളും ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും വൈറ്റ് തീമൊക്കെ ഒരുക്കാൻ വിചാരിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. എന്തായാലും നഷ്ടം വരില്ല വാങ്ങിച്ചാൽ, കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്, അത്രയും ഭംഗിയുണ്ട്, അത്രയും ഫിനിഷിങ്ങിലും ആണ് വരുന്നത്. അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ബട്ടർ ബോക്സ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടൊരു ബട്ടർ ബോക്സ് ആണ്. കൂടാതെ ഇതുപോലെ ഒരു നൈഫും കൊടുത്തിട്ട് നമുക്ക് ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നൈഫ് ഉണ്ട്. പിന്നെ അതാ ഇതിൻ്റെ ലിഡൊക്കെ ഇതുപോലെ വുഡനിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയിൽ വാഷറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ലിഡ്. അതുപോലെ ഈ ഒരു ജാറാണെങ്കിൽ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നൊരു ജാർ കേട്ടോ. വെറുതെ പറയല്ല, നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ്ങോട് കൂടി വരുന്ന ഒരു ജാറാണ്. നല്ല വെയിറ്റുള്ള സെറാമിക് ആണ് ഇത്. അടിപൊളി ഒരു പ്രൊഡക്റ്റ് തന്നെ പറയാം. എന്തായാലും നമുക്ക് കൊടുക്കുന്ന പ്രൈസിന് വേർത്തായുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് കിച്ചണിൽ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കിച്ചൺ എത്രത്തോളം ഒരു ഭംഗി കൂടുന്നുള്ളത്. അപ്പോൾ എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, മസ്റ്റ് ബൈ ആണോ ചോദിച്ചാൽ അല്ല കേട്ടോ. നമുക്ക് വൈറ്റ് കിച്ചൺ ഒരുക്കാൻ താല്പര്യപ്പെടുന്നവർ, കിച്ചൺ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടു നടക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ആളിലേക്ക് അത് എത്താൻ സഹായിക്കുക.
ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇത് കുക്കീസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ. കുക്കീസ് നമുക്ക് ബേക്കറി പ്രൊഡക്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു കണ്ടെയ്നറാണ്. നല്ല എയർ ടൈറ്റ് ആയുള്ള ലിഡാണ്. മെറ്റീരിയൽ വന്നിട്ട് മെറ്റലിലാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു കണ്ടെയ്നറാണ് നമുക്ക് കിച്ചണിൽ. ഇതുപോലെ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചു വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇനി അതല്ല, കിച്ചണല്ല, പാൻട്രി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്കും നല്ല യൂസ്ഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ലിഡിന് വാഷറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിന്നോളും. എന്തായാലും നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പം എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. വാങ്ങിക്കാൻ താല്പര്യമുള്ളത് പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്. അടുത്തത് ഇത് ഒരു ബ്രെഡ് സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. ഇതും മെറ്റലിലാണ് മെറ്റീരിയൽ വന്നിട്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോക്സ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും അതുപോലെ ഇതുപോലെ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈനിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബ്രെഡ് എന്നിങ്ങനെ പുറമെ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബോക്സ് കേട്ടോ. ഞാൻ മീഷോയിൽ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ചെറുതായിരിക്കും, ഇത്ര വലുപ്പം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോട് കൂടി തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, അതായത് നല്ല സൈസിൽ വരുന്ന ഒരു ബോക്സാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അടുത്ത പ്രൊഡക്റ്റ് ഇത് ഒരു വെജിറ്റബിൾ സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഒന്നിൽ ഒനിയൻ എഴുതിയിട്ടുണ്ട്, ഒന്നിൽ ഗാർലിക് എന്ന് എഴുതി. അപ്പോൾ നമുക്ക് വലിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പാൻട്രി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതും മെറ്റലിലാണ് മെറ്റീരിയൽ വന്നിട്ട്, വുഡനിലെ ലിഡാണ്. പിന്നെ വെജിറ്റബിൾസ് ഇട്ട് വെക്കാനുള്ളതുകൊണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടെയ്നർ കംപ്ലീറ്റ് ഇതുപോലെ ഹോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് കേട് വരാണ്ടിരിക്കാനൊക്കെ അത് യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഇത് ഗാർലിക്കിൻ്റെ കേട്ടോ. പിന്നെ ഒനിയൻ്റെ ആ ഒരു ബോക്സ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 4-5 കിലോ ഒനിയനൊക്കെ നമുക്ക് അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഗാർലിക്കിൻ്റെതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബോക്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റ്. അപ്പോൾ വാങ്ങിക്കുന്നവർ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റൊക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ അടുത്തത് ഒരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. ഇത് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് വലിയ വലിയ കട്ട്ലറീസ്, അതായത് വലിയ വലിയ തവികളും സ്പാച്ചുലാസും നൈഫും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ട്ലറി ഹോൾഡറാണ്. ഇതുപോലെ വൈറ്റ് തീമിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു കട്ട്ലറി ഹോൾഡറാണ്. അപ്പം ഇത് കിച്ചണിൽ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചോളുണ്ട്. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇത് ഒരു സെറാമിക്കിൻ്റെ ജാറിൻ്റെ സെറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഷോപ്പ് പീസായിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ഐറ്റംസ്, അല്ലെങ്കിൽ പുളി, അല്ലെങ്കിൽ അച്ചാറുകൾ, അതല്ലെങ്കിൽ നേരത്തെ പറയുന്ന പോലെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള 3 സെറാമിക്കിൻ്റെ ജാറുകളും അതുപോലെ അതിൻ്റെ ഒരു അടിപൊളി ട്രേ ആണ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റും ഞാൻ മുന്നേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസും കാര്യങ്ങളൊന്നും പറഞ്ഞ് വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരിക. അതുപോലെ ഇതുപോലെയുള്ള വൈറ്റ് തീമിൽ കിച്ചൺ അറേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വാങ്ങിക്കണമെങ്കിൽ ഒന്ന് അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഈ ഓരോ പ്രൊഡക്റ്റും നമ്മൾ മുന്നേ ഓരോരോ വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ, എടുത്തു പറയാത്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ, പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഇനി ഇതുപോലത്തെ ഈ തീം ബേസിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളുണ്ട്, നമ്മൾ ചെയ്യാം കേട്ടോ. കാരണം മീഷോയിൽ നല്ല നല്ല പ്രൊഡക്റ്റ് നമുക്ക് പല തീമിലും കിച്ചൺ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റൊക്കെ മീഷോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം പ്രൊഡക്റ്റുകൾ കൂടുതൽ റിവ്യൂ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.